ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നെങ്കിലും എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പോലത്തെ ഓൾ ടൈം നമ്മുടെ വർക്ക് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സിൽക്കി കോട്ട സാരീസ് ആണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു സിൽക്കി കോട്ട സാരിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിനകത്ത് ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സൈസിൽ തന്നെയുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ്. ഒരു ഓറഞ്ചും അതുപോലെ യെല്ലോ, പർപ്പിൾ അങ്ങനത്തെ 3-4 ഷെയ്ഡ്സ് വരുന്ന പോലത്തെ ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. അത് പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണ്. ഇങ്ങനെ ഇതിനകത്ത് പല്ലുവിന്റെ എൻഡ് പോർഷനിൽ വീണ്ടും ഡിസൈൻ ഉണ്ട്. ഇതുപോലെ ഒരു ഡിസൈൻ അതിന്റെ സെൻട്രൽ പോർഷനിലൂടെ വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ഡിസൈനാണ് പല്ലുവിന്റെ എൻഡ് പോർഷനിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡിസൈൻ. നല്ല വലിയ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഞാൻ സിൽക്കി കോട്ട, നമ്മുടെ സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട ഫാബ്രിക് എല്ലാവർക്കും അറിയാവുന്ന ഫാബ്രിക് ആണ്. ഒത്തിരി എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്ലെയിൻ സാരി ആയിട്ടും ഒക്കെ സെല് ചെയ്യുന്ന ഫാബ്രിക് ആണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിന്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ചൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് 6 ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് വലിയ ട്രാൻസ്പെറന്റ് അല്ല, സിംഗിൾ ഫ്ലീറ്റിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമുക്ക് സ്റ്റാർച്ച് ഒന്നും വേണ്ടാത്ത, നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് അതുപോലെ ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റെഡി ടു വെയർ ആയിട്ട് തന്നെ ഈ ഒരു സാരി അവൈലബിൾ ആയിരിക്കുന്നത്. പിന്നെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡിങ് പോസിൽ സെയിം ഡിസൈൻ വരുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. നോർമലി നമ്മൾ പ്ലെയിൻ സാരീസ് ഒന്നും കൊടുക്കുന്ന സമയത്ത് നമുക്ക് സിൽക്കി കൊട്ടായിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരാറില്ല. പക്ഷെ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വന്നിട്ടുണ്ട്. ബ്ലൗസിന്റെ സ്ലീവ്സിൽ ചെറിയൊരു എംബ്രോയിഡറി പാറ്റേണും വരുന്നത് പോലെയാണ്. ഇതുപോലെ ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു സെയിം മെറ്റീരിയലിന്റെ സെയിം കളറിൽ ബ്ലൗസ് തപ്പി പിടിക്കാനൊന്നും സമയം എടുക്കണ്ട. അതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും വന്നിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2115 ആണ്. 2115 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ഒരു പീച്ച് ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് തന്നെയാണ്. ഒരു പിങ്കിഷ് പീച്ച് ഒക്കെ നമുക്ക് ടൊമാറ്റോ പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ്. ഇതിനകത്ത് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ, റെഡിഷ് മെറൂൺ എന്ന് പറയാവേ, ബ്ലാക്ക് മെറൂണിഷ് റെഡ് കോമ്പിനേഷനിലുള്ള ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രീനും ആ ലീഫ് പാറ്റേണും ഷാഡോ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫ്ലവർ ബഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സെൻട്രൽ പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. നമ്മൾ ആ പല്ലു പോർഷൻ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ സൈസ് കുറച്ചിട്ടാണ് സെൻട്രൽ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്, ഇതിന്റെ വലിപ്പം കുറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇൻവേർട്ടഡ് ആയിട്ടൊരു ഡിസൈൻ ആണ് ഇതിന്റെ പല്ലു പോർഷനിലോട്ട്. അതായത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ താഴോട്ട് കിടക്കുന്ന പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അങ്ങനെ ചെറിയ ഡിസൈൻ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴത്തേനും 2 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോർമൽ വർക്ക് വെയർ സാരീസ് ആയിട്ട് ചെയ്തിരിക്കുന്ന സാരീസ് ആണ്. നമുക്ക് ഡെയിലി വെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നതും നമ്പർ ഓഫ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നതും ഒക്കെ ആ ഒരു പാറ്റേണിലുള്ള സാരീസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ സിൽക്കി കോട്ട ഡെയിലി വെയറിന് പറ്റുന്നൊരു നല്ല മെറ്റീരിയലുമാണ്. അപ്പം അങ്ങനെ ഒരു സാരിയാണ് ഇതിനകത്ത് ഈ 2 ഡിസൈൻസ് ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലെ സ്റ്റാൻഡിങ് പോസിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയിൽ ബ്ലൗസ് അവൈലബിൾ അല്ല. നമ്മൾ ബാക്കി വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരീസിലും ബ്ലൗസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലൗസ് അവൈലബിൾ അല്ല. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1995 ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു സിൽക്കി കോട്ട സാരി തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം സിൽക്കി കോട്ട സാരീസ് ആണ്. ഇതൊരു നല്ല റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സിൽക്കി കോട്ട സാരിയാണ്. ഇതിനകത്ത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഓറഞ്ച് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു ഫ്ലവർ ബഞ്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സും അതുപോലെ ഫ്ലവേഴ്സും സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു പാറ്റേണിൽ ഒരു ഫ്ലവർ ബഞ്ച് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നല്ലൊരു ബ്ലൂവിൽ നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനിലാണ് ഈ ലേസി ഡേസി ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല്ലുവിന്റെ മെയിൻ എൻഡിൽ ഈ ഒരു വലിപ്പത്തിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ വരുമ്പം ഒരു ചെറിയ സൈസിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഡിസൈൻസ് ആണ് പല്ലുവിന്റെ എൻഡിൽ വരുന്നത്. അതിനുശേഷം റണ്ണിങ് പോർഷനിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈൻ. ഈ ഒരു നമ്മൾ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ കാണിച്ചതുപോലെ തന്നെ ഒരു ചെറിയ ഡിസൈനാണ് പല്ലുവിന്റെ റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഗ്യാപ്പ് കൊടുക്കാതെ തന്നെ അടുപ്പിച്ച് വരുന്നത് പോലെ രണ്ട് ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഡെയിലി വെയർ കളക്ഷന് പറ്റിയായിട്ടുള്ള കോമ്പിനേഷൻ ഫ്ലവേഴ്സ് ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈസി ആയിട്ടുള്ള ടൈപ്പ് സ്റ്റിച്ചുകളുമാണ്. അതുപോലെ ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഡെയിലി വെയറിന് പറ്റുന്ന കളേഴ്സും ഒക്കെയാണ്. അപ്പം ഈ രണ്ട് ഡിസൈനാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ സ്റ്റാൻഡിങ് പോസിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ സാരീസിലെല്ലാം ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ഇങ്ങനെ സെയിം ഫാബ്രിക് തന്നെ ഇതുപോലെ ബ്ലൗസിന്റെ സ്ലീവിൽ ഒരു ചെറിയ എംബ്രോയിഡറിയോട് കൂടി ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2075 റുപ്പീസ് ആണ്, 2075. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു റെഡ് കളറിലെ ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഇതിനകത്ത് വൈറ്റ് കോമ്പിനേഷനിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിഫറെന്റ് രീതിയിലാണ് അതിന്റെ പല്ലു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കാണുന്നത് പല്ലുവിന്റെ ഈ സൈഡിൽ ഇങ്ങനെ വരുന്ന പോലെ ഡിസൈൻസ്. പക്ഷെ ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ ഇതുപോലെ സ്ലീപ്പിംഗ് പോസിൽ കിടക്കുന്നത് പോലെ 3 ഡിസൈൻസ് ആണ്. ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. പല്ലുവിന്റെ എൻ പോർഷനിൽ ഇങ്ങനെ വരുന്നത് പോലെ 3 ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന എല്ലാ സാരീസിലും രണ്ട് എൻഡിലായിട്ടോ അല്ലെങ്കിൽ രണ്ട് എൻഡിലും സെൻട്രൽ പോർഷനിലും ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ എൻഡിൽ മാത്രമായിട്ടോ ഒക്കെയാണ് ഡിസൈൻസ് വരുന്നത്. ഇതിനകത്ത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ആ ഒരു പല്ലുവിന്റെ എൻ പോർഷനിൽ ഇങ്ങനെ 3 ഡിസൈൻസ് അറേഞ്ച് ചെയ്തിരിക്കുവാണ്. അതുപോലെ ഇതിനകത്ത് നെക്സ്റ്റിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഈ ഡിസൈൻ ഇതുപോലെ തന്നെ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ ആയിട്ട്, അതായത് 1-2 ഡിസൈനെ മെർജ് ചെയ്ത് ഇങ്ങനൊരു അത്യാവശ്യം ലെങ്തിൽ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഫിനിഷിങ്ങോടുകൂടി നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സാരിയിൽ ഡിഫറെന്റ് ആയിട്ട് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഇത് കണ്ടോ, കുത്തി ഉടുക്കുമ്പോൾ ഉള്ളിൽ വരുന്ന പോർഷനിൽ വരുന്നത് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷൻ ശരിക്കും വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. സിൽക്കി കോട്ട നല്ല മയമുള്ള പോലത്തെ ഒരു സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഒതുങ്ങി നല്ലതായിട്ട്, എന്നാൽ ഇങ്ങനെ ഒട്ടിക്കിടക്കത്തുമില്ല, എന്നാൽ ഒതുങ്ങി നല്ല ഡെയിലി വെയർ കളക്ഷന് പറ്റിയൊരു മെറ്റീരിയലായിട്ട് തന്നെ നമുക്ക് പറ്റുന്ന ഒരു സാരിയാണ്. അപ്പം ഇതിനകത്ത് നെക്സ്റ്റ് അതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ വീണ്ടും ഇതുപോലെ സ്ലീപ്പിംഗ് പോസിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു ഡിസൈനാണ് വരുന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ ഇതിനകത്തും ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയും അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവ്സിൽ ചെറിയൊരു എംബ്രോയിഡറി വരുന്നത് പോലെയാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവ്സിൽ വരുന്നത് പോലെയാണ്. ഈ സെയിം ബ്ലൗസിന്റെ കൂടെ അല്ല, നല്ലൊരു അക്കോബ ബ്ലൗസിന്റെ കൂടെ ഒക്കെ ആണെങ്കിലും പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. വിത്ത് ബ്ലൗസിനൂടെ പെയർ ചെയ്യുമ്പോഴായിരിക്കും എംബ്രോയിഡറിക്ക് കൂടുതലും ഹൈലൈറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2275 ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ചിക്കു ഷെയ്ഡിൽ വരുന്ന സിൽക്കി കോട്ട സാരിയാണ്. ഇതിനകത്തൊരു പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ള ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഫ്ലവർ ബഞ്ച് ഡിസൈനിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സെൻട്രൽ ഒരു പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു കൈപ്പത്തി വലുപ്പത്തിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. അതിനുശേഷം ഇതിന്റെ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിലോട്ട് വരുമ്പോഴും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം സൈസിലൊക്കെ വരുന്നത് പോലെ തന്നെ ഒരു ഡിസൈൻ ഇതിന്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ ഒരു ചെറിയ ഫ്ലവർ, സിംഗിൾ ഫ്ലവറും ലീഫും വരുന്ന ഒരു പാറ്റേണിൽ ഒരു ചെറിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ആ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ആ ഒരു പല്ലുവിന്റെ ഉൾവശത്ത് കണ്ട ആ ഒരു ഡിസൈൻ ഇതുപോലെ 4 ഫ്ലവേഴ്സ് ഇതുപോലെ ആ ഒരു റണ്ണിങ് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഫ്ലവറും ലീഫും വരുന്ന പോലെ പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോ ഫ്ലവേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ തോന്നുന്ന പോലെ നമുക്ക് വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കുമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷിങ് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇങ്ങനെ 3 ഈ സൈസിൽ വരുന്ന 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്.
ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഉള്ള കോമ്പിനേഷൻ. അതുപോലെ തന്നെ നടുക്ക് കൊടുത്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ട്സ് വരുന്ന ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ വരുന്ന പോലെ കേട്ടോ. ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണത്തില്ല, എന്നാൽ അതൊക്കെ സെയിം ടോൺസിൽ വരുന്നത് കൊണ്ട് തന്നെ എന്നാൽ അതിനൊരു ഡിഫൈൻ ചെയ്ത് കാണാനും പറ്റും. അങ്ങനെ ഒരു ടൈപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ആ താഴോട്ട് വരുന്നത് ചെറിയ 2 ഡിസൈൻസ് ഇതുപോലെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ബോട്ടം പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ സ്റ്റാൻഡിങ് പോസിലല്ല ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, ഇതുപോലെ സ്ലീപ്പിംഗ് പോസിൽ തന്നെ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സാരിയിലും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത്. 3 ഫ്ലവറും ഒരു ലീഫും വരുന്ന ഒരു പാറ്റേണിൽ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് ഈ ഒരു സാരിയുടെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2295 rupees ആണ്. അപ്പോൾ ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനി സബ്സ്ക്രൈബർ കളക്ഷനിലാണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണിക്കാനായിട്ടുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി ഡിലേ ആക്കാതെ ഈ വീഡിയോസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെ നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ്.